മങ്കട മണ്ഡലം എന്നത് UDFിൻ്റെ ഒരു പരമ്പരാഗതമായ കോട്ടയാണ്, അടിയുറച്ച കോട്ടയാണ്. മങ്കട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പോലും കഴിഞ്ഞ വർഷം 6000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ഈ തവണ അതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് കേരളത്തിൽ പൊതുവിൽ ആളുകൾ വിലയിരുത്തപ്പെടുന്ന ട്രെൻഡുണ്ടെങ്കിൽ 25,000 വരെയായി വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. 18,000 മുതൽ 25,000 വോട്ട് വരെ മങ്കട നിയോജകമണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതാണ് മങ്കടയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല UDFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒരു ഉരുക്കു കോട്ടയാണ്. ഇവിടെ നാമമാത്രമായ മണ്ഡലങ്ങൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അവർക്ക് 4 മണ്ഡലം ഉണ്ടായിരുന്നു. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിച്ചപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് 3 മണ്ഡലം മാത്രമായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ 3 മണ്ഡലം കൂടി ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും. അങ്ങനെ മലപ്പുറം ജില്ലയിലെ 16 അസംബ്ലി മണ്ഡലങ്ങളിൽ 16 അസംബ്ലി മണ്ഡലങ്ങളും UDF ജയിച്ചുകൊണ്ട് 100-ൽ 100 മാർക്ക് നേടുന്ന വമ്പിച്ച വിജയമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള വിലയിരുത്തൽ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പോൾ ഇതിനകം വന്ന എക്സിറ്റ് പോളുകൾ തന്നെ സാധാരണഗതിയിൽ പലപ്പോഴും എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ചില എക്സിറ്റ് പോളുകൾ ഏജൻസികൾ ഒരു മുന്നണിക്കാകുമ്പോൾ മറ്റൊരു എക്സിറ്റ് പോൾ വേറെ മുന്നണിക്കാകും. അങ്ങനെ മിക്സഡായിട്ടാണ് പ്രതികരണം വരാറുള്ളത്, സമ്മിശ്രമായ പ്രതികരണമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ വന്ന എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 8 ഏജൻസികളുടെ എക്സിറ്റ് പോളുകളാണ് വന്നത്. അതെല്ലാം ഒരേ വിധത്തിലാണ് UDFിന് അനുകൂലമായിട്ട് മാത്രമാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചനം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കണക്കുകൂട്ടൽ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല കാറ്റ് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ആ അനുകൂലമായ തരംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എത്ര സീറ്റുകളുടെ വർധനവിലേക്കെത്തും എന്നുള്ള കാര്യത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഭരണം കിട്ടാൻ 71 സീറ്റുണ്ടായാൽ മതി. അത് 80 കിട്ടുമോ, 90 കിട്ടുമോ, 100 കിട്ടുമോ, 100 കടക്കുമോ എന്ന കാര്യത്തിലൊക്കെ ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പൊതുവിലുള്ള വിലയിരുത്തൽ പ്രകാരം 85-നും 100-നും ഇടയിലുള്ള സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ലഭിക്കും എന്നാണ് ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതാണ് കേരളത്തിൻ്റെ മങ്കടയുടെയും മലപ്പുറത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ചിത്രം. അതാണ്. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ മുകളിൽ 2 ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിൽ കിട്ടാ ആക്സിഡന്റ് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.